ഇപ്പോൾ തബൂക്കിൽ ഒരു സിഹർ ചെയ്യുന്നൊരു പെണ്ണിനെ പോലീസ് പിടിച്ചിരുന്നു. അവിടെ ആ വീടിൻ്റെ ഒരു വില്ലൻ്റെ അകത്ത് ഒരു സ്ത്രീ മാരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇവർ പിടിച്ചപ്പോൾ വളരെ മോശപ്പെട്ട ഒരു സിറ്റുവേഷൻ. ആ വീടിൻ്റെ ഉള്ളിൽ പുറത്തുനിന്ന് കണ്ടാൽ നല്ല വൃത്തിയുള്ള വില്ലയാണ്, പക്ഷേ ഉള്ളിൽ ബ്ലഡും കാഷ്ടവും മൂത്രവും ദുർഗന്ധം വമിക്കുന്ന സാധനങ്ങളും, അങ്ങനെ വൃത്തികേട്. പിശാചിന് ഇഷ്ടമാണ് അതൊക്കെ. അതുകൊണ്ടാണ് ഈ ബാത്റൂമിലൊന്നും കുറേ നിൽക്കരുതെന്ന് പറയാൻ കാരണം. അങ്ങനെ ഒരുപാട് വിസർജ്യങ്ങളൊക്കെ നിറഞ്ഞ് അതിൻ്റെ ഇടയിലാണ് ഓരോരുത്തരുടെ പേരെഴുതിയിട്ട് ഓരോരുത്തരുടെ പേര് സിഹർ ചെയ്യുന്നത്. പിടിച്ചു നോക്കിയിട്ട് ഒരു പെണ്ണിൻ്റെ പേര് പല പ്രാവശ്യം പല തരത്തിലുള്ള സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പോലീസുകാരൻ ചോദിച്ചു, അവിടെ രഹസ്യാന്വേഷണ ഈ വിഭാഗം, എന്താ ഈ പെണ്ണിൻ്റെ പേരിങ്ങനെ വരുന്നുണ്ട്? പറഞ്ഞു, ഞാൻ പിശാചുക്കളെ പല വഴിക്ക് വിട്ടിട്ടും ഈ പെണ്ണിനെ യേശുന്നില്ല, അങ്ങനെ ഞാൻ പല വഴിക്കും ട്രൈ ചെയ്തതാണ്. ഇതൊക്കെ ചെയ്യുന്നത് ഓരോരുത്തരുടെയും വീട്ടുകാരും ബന്ധുക്കളും വന്നിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അതും പറഞ്ഞു. ഇവിടെ വിഷയം ഞാൻ അതല്ല പറയണത്. അപ്പോൾ ഈ പെണ്ണിനെ ഇവർ വിളിച്ചു, വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഉപദ്രവം വല്ലതും തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ ഇങ്ങനൊരു കേസിൽ പിടിച്ചിരിക്കുകയാണ് ഒരാളെ, നിങ്ങളുടെ പേര് കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കിത് യേശുന്നില്ല എന്നാണ് പറയണത്. അവരുടെ ശൈത്താന്മാർ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കയറാൻ പറ്റാതെ തിരിച്ചു പോരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ സ്ഥിതി? അപ്പോൾ അവരൊരു ടീച്ചറാണ്. അപ്പോൾ അവരുടെ സ്വന്തം അമ്മായിയാണ് ഇത് ചെയ്യണത്, ഉപ്പാൻ്റെ പെങ്ങളാണ് ഈ പരിപാടി ചെയ്യിക്കുന്നത്. അങ്ങനെ അവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് യേശുന്നില്ല? കാരണം ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഇത് അറിയിച്ചു കൊടുക്കണം, ഒരു ഉപകാരപ്പെട്ട എളിമുണ്ടെങ്കിലോ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്, ഞങ്ങൾക്ക് വീടിൻ്റെ വാതിൽക്കൽ കാറ്റ് ശക്തിയായി അടിച്ചു വീശുന്നത് അറിയാറുണ്ട്. ഞങ്ങൾ വിചാരിക്കും കുട്ടികളൊക്കെ കാറ്റായിരിക്കും. ഇടയ്ക്ക് കറണ്ട് പോകാറുണ്ട്, കറണ്ട് പോവും തിരിച്ചു വരും. ഞങ്ങൾ വിചാരിക്കും വല്ല ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നമായിരിക്കും. അപ്പോൾ ഇവർ ഫോഴ്സിൽ വന്ന് കയറാൻ പറ്റാതെ തിരിച്ചു പോവുകയാണെന്നാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സ്ത്രീ പറഞ്ഞു, 3 ദിവസത്തിലൊരിക്കൽ ഞങ്ങൾ സൂറത്തുൽ ബഖറ ഓതാറുണ്ട്. 3 ദിവസത്തിൽ ഒരിക്കൽ സൂറത്തുൽ ബഖറ മുഴുവനായിട്ട് ഓതും. പിന്നെ ആയത്തുൽ കുർസി രാവിലെ അദ്കാറു സ്വബാഹ് വൽ മസാ, രാവിലെ വൈകുന്നേരം ചൊല്ലുന്ന ദിക്റുകളുണ്ട്. അതിൽ പ്രത്യേകിച്ച് ആ സ്ത്രീ പറഞ്ഞു, ഉഈദുക ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. പിന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ ഹുവ സമീഉൽ അലീം. ഇത് 3 പ്രാവശ്യവും പിന്നെ അദ്കാറു സ്വബാഹിൽ വന്ന ദിക്റുകളും ഇത് ഞാൻ പതിവാക്കുന്ന ആളാണ്. അപ്പോൾ അവർ പറയാണ്, അതൊരു വലിയൊരു ആലിമാണ് ഇത് ഔട്ട് ചെയ്തത്. ഇങ്ങനെ പ്രൊട്ടക്ഷൻ അള്ളാഹു ചില ആളുകൾക്ക് കൊടുക്കും, ചിലർക്ക് പെട്ടെന്ന് അടിക്കും, അത് പെട്ടെന്ന് കൊണ്ടുപോകും. അതുകൊണ്ട് ദിക്ർ കൊണ്ടുള്ള പ്രൊട്ടക്ഷൻ അനിവാര്യമാണ്. അത് നമുക്കും കുട്ടികൾക്കും വീട്ടിനും ഒക്കെ കാവലാണത്. അള്ളാഹു താല സാഹിര്യങ്ങളുടെ സെഹ്റിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നതാണ്. ഈമാൻ കിട്ടാതെയാണ് മരിക്കുന്നത്. അത് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിനെ പേടിച്ചോളി, തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. അള്ളാഹു നീ സിഹറിൽ നിന്നും ഐനിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ദുൽമിൽ നിന്നും കാവൽ നൽകണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും സലാമത്തും നൽകണേ റബ്ബേ.